ഹായ് ഹലോ വെൽക്കം ടു വൺസ്. ഈ സെഷനിൽ നമ്മൾ BMEയിലെ മാനുഫാക്ചറിംഗിലെ NC മെഷീൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻസ് NC, CNC, DNC എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും ഹൈടെക് ആയിട്ട് അല്ലേ പണ്ട് കാലങ്ങളിൽ ഓപ്പറേഷൻസ് എല്ലാം ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ഇവോൾവ് ആയിട്ട് മെഷീൻസിൽ അല്ലേ ഓട്ടോമേറ്റഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പല കാര്യങ്ങളിലും ആൾക്കാർ വേണ്ട, ഫുള്ളി റോബോട്ടിക്സ് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ നടക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഹൈടെക് മാനുഫാക്ചറിങ്ങിലേക്ക് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യമേ തന്നെ ഈ ഹൈടെക്കിലേക്ക് ഒറ്റ ഷിഫ്റ്റ് അല്ല, ചെറിയ അല്ലേ ആദ്യമേ ഒരു NC മെഷീൻസ് വന്നു, ചെറിയ ടൈപ്സ് കാര്യങ്ങളൊക്കെ ഫീഡ് ചെയ്തിട്ടുള്ളത്. മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ ഒന്നുകൂടി പാടാണ്. പിന്നെ CNC, പിന്നെ DNC എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ നമ്മുടെ ടേപ്പ് റെക്കോർഡർ വന്നു. പിന്നെ അവിടെ നിന്ന് CD പ്ലെയറിൽ DVD വന്നു. പിന്നെ ഒരു പെൻ ഡ്രൈവിൽ ഹാർഡ് ഡിസ്ക്. അങ്ങനെ ഒരു ഇവോൾവേഷൻ തന്നെയാണ് എന്ത് ഈ ഒരു ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻസിലും വരുന്നത്. അപ്പോൾ എന്താണ് NC മെഷീൻസ്, ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ സ്റ്റാർട്ടിംഗ് വിത്ത് NC മെഷീൻ. അപ്പോൾ NC മെഷീൻ ടൂൾസ് ആർ മെഷീൻ ടൂൾസ് ഓഫ് വിച്ച് വേരിയസ് ഫംഗ്ഷൻസ് ആർ കൺട്രോൾ ബൈ എന്താണ് ലെറ്റേഴ്സ്, നമ്പർ, സിമ്പിൾസ്. നമ്മൾ കൊടുക്കുന്ന ലെറ്റർ, നമ്പർ, സിമ്പിൾ വെച്ചിട്ട് മെഷീൻസ് കൺട്രോൾ ആവാം. അപ്പോൾ കൊടുക്കുന്ന പ്രോഗ്രാമിനനുസരിച്ച് എന്താണ് ഹ്യൂമൻ അല്ലേ വിത്തൗട്ട് ഹ്യൂമൻ ഓപ്പറേറ്റേഴ്സ് എന്താ അത് വർക്ക് ചെയ്യും. വിത്തൗട്ട് ഹ്യൂമൻ ഓപ്പറേറ്റർ NC പ്രോഗ്രാം കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഓർ സ്റ്റേറ്റ്മെന്റ് ഫോർ കൺട്രോളിംഗ് ദി മോഷൻ ഓർ ഡ്രൈവിലെ മോഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഇത് കൊടുക്കും. അതിനനുസരിച്ച് ആ മെഷീൻ എന്താണ് പെർഫോം ചെയ്യും. സോ വൺ ഓർ മോർ പല ഫങ്ഷൻസ് ഇത് ഏത് വേണമെങ്കിലും ആവാം. സ്റ്റാർട്ടിങ് ആൻഡ് സ്റ്റോപ്പിംഗ് ഓഫ് മെഷീൻ സ്പിൻഡിലാവാം, കൺട്രോളിംഗ് ദി സ്പീഡ് ആവാം, ഇനി അതല്ലെങ്കിൽ പൊസിഷനിങ് ദി ടൂൾ ഡിസൈഡ് ലൊക്കേഷൻ ആവാം, കൺട്രോളിംഗ് ദി ഫീഡ് റേറ്റ്, ചേഞ്ചിങ് ദി ടൂൾ. ഇതിൽ ഏത് വേണമെങ്കിലും എന്താണ് ഓപ്പറേറ്റ് ചെയ്യുക. നമ്മൾ കൊടുക്കണ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് ആ മെഷീൻസ് എന്താണ് വർക്ക് ചെയ്യും. അപ്പോൾ ഇത് ഏത് കാര്യങ്ങളും എന്താണ് ഇനി പെർഫോം ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ കാണിച്ചെന്നുള്ളൂ NC മെഷീൻ. നമ്മൾ നോക്കാൻ നേരത്ത് കമ്പോണന്റ് ഓഫ് NC മെഷീൻ പാർട്ട് 2 എന്തൊക്കെയാണ് അതിൽ കമ്പോണന്റ് വേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത് പാർട്ട് പ്രോഗ്രാം. നമ്മൾ കൊടുക്കുന്ന സ്റ്റെപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് വേണേൽ പറയാം ടു ദി മെഷീൻസ്. ടൂൾ ഏത് ഓപ്പറേഷൻ ആണോ ക്യാരി ചെയ്യേണ്ടത് അതിന് വേണ്ട സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് എന്ത് പാർട്ട് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇപ്പോൾ കട്ടിങ്ങിന് ആവാം, സ്പീഡിൻ്റെ ആവാം, ഫീഡ് ചേഞ്ച് ആവാം. അപ്പോൾ മെത്തേഡ്സ് യൂസ് ഫോർ പാർട്ട് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ മാനുവൽ പാർട്ട് പ്രോഗ്രാമിംഗ് ഉണ്ട്, കമ്പ്യൂട്ടർ എയ്ഡഡ് പാർട്ട് പ്രോഗ്രാമിംഗ് ഉണ്ട്. പിന്നെ സെക്കൻഡ് വൺ ആണ് പ്രോഗ്രാമിംഗ് ടൈപ്പ്. ഈ ഒരു പാർട്ട് പ്രോഗ്രാം നമ്മൾ എൻ്റർ ചെയ്യണമെന്ന് പറഞ്ഞത് ഈ ഒരു പ്രോഗ്രാമിംഗ് ടൈപ്പാണ്. പ്രോഗ്രാമിംഗ് സെൻറ്റർ ദ ടൈപ്പ് ഇൻ ഫോം ഓഫ് പഞ്ച്ഡ് ഹോൾസ്. പണ്ടൊക്കെ ആ ഒരു ടൈപ്പിൽ ഓരോ പഞ്ച് ഹോൾസ് ഇടും. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ 0101 എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഹോൾ ബേസ് ചെയ്തിട്ടാണ് അത് റീഡ് ചെയ്യണത്. പിന്നെ ഉള്ളതാണ് MCയും മെഷീൻ കൺട്രോൾ യൂണിറ്റ്. ആ പ്രോഗ്രാം ടൈപ്പിനെ റീഡ് ചെയ്ത് ആ ഒരു കൺട്രോളിലേക്ക് സിഗ്നൽ കൊടുക്കുക. പിന്നെ ഉള്ളത് മെഷീൻ ടൂൾ. ആ ഒരു പാർട്ട് പ്രോഗ്രാമിനെ MCU റീഡ് ചെയ്യുന്നു, ആ ഒരു ഇൻസ്ട്രക്ഷൻ എന്താ മെഷീൻ ടൂളിലേക്ക് പാസ് ചെയ്യുന്നു. ആ മെഷീൻ ടൂൾ എന്താ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തിട്ട് എന്താ വർക്ക് ചെയ്യുന്നു. സോ അതാണ് എന്ത് അതിൻ്റെ പാർട്സ് തന്നെ. സോ പാർട്ട് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അത് കൺട്രോൾ യൂണിറ്റിലേക്ക് കൊടുക്കുന്നു, അതെന്താ മെഷീൻ ടൂൾ എന്താ പെർഫോം ചെയ്യുന്നു. സോ അതാണ് എന്ത് നമ്മുടെ ഒരു NC മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ പല ടൈപ്പ് അല്ലേ ഞാൻ പറഞ്ഞു വർക്ക് ചെയ്യുന്നതിൻ്റെ. ഇപ്പോൾ മോഷൻ കൺട്രോൾ സിസ്റ്റംസ് ഉണ്ട്, പോയിന്റ് ടു പോയിന്റ് സിസ്റ്റംസ്. അപ്പോൾ നമുക്ക് ആ മെഷീൻ ടൂളിന് ഇന്ന പോയിന്റിൽ നിന്ന് ഇങ്ങനെ പോയിന്റിലേക്ക് പോകും. 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു ഹോൾ ഡ്രിൽ ചെയ്യണം, 2 എന്ന് പറഞ്ഞ പോയിന്റിൽ ഹോൾ ഡ്രിൽ ചെയ്യണം, 3 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ഇൻഡ് ചെയ്യണം. അപ്പോൾ ഇത് പോയിന്റ് ടു പോയിന്റ് സിസ്റ്റം ആണ്, ഓൾസോ കോൾഡ് ആസ് പൊസിഷൻ സിസ്റ്റം. സിസ്റ്റം മൂവ്സ് ടു എ ലൊക്കേഷൻ ആൻഡ് പെർഫോംസ് ആൻ ഓപ്പറേഷൻ. ആ ലൊക്കേഷനിൽ ഡ്രില്ലിംഗ് ആണെങ്കിൽ ഡ്രിൽ ചെയ്യും, കറസ്പോണ്ടിങ് കട്ടിങ് ആണെങ്കിൽ കട്ടിങ്. സോ മോഷൻ കൺട്രോൾ സിസ്റ്റത്തിൽ പോയിന്റ് ടു പോയിന്റ് സിസ്റ്റംസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കണ്ടിന്യൂസ് പാത്ത്. ഇപ്പോൾ കട്ട് ചെയ്ത് പോകണം അല്ലേ, ഇങ്ങനെ കട്ട് ചെയ്ത് പോകണമെങ്കിൽ എന്താ കണ്ടിന്യൂസ് പാത്ത് സിസ്റ്റം അല്ലെങ്കിൽ കോൺട്രാക്ട് സിസ്റ്റംസ് ഉണ്ട്. ഓപ്പറേഷൻ നമുക്കിപ്പോൾ മില്ലിങ് ടേണിങ് ഒക്കെ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് ടൂൾ എന്താ ഇവിടെ നിന്ന് വരുന്നു, കട്ട് ചെയ്യുന്നു, ഇവിടെ വരുന്നു, കട്ട് ചെയ്യുന്നു, ആ ഒരു ടൂൾ പ്രൊഫൈൽ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ഏതാണോ അതിനനുസരിച്ച് എന്താ അത് പെർഫോം ചെയ്യുന്നു. പിന്നെ അബ്സല്യൂട്ട് ഇല്ലേ വേഴ്സസ് ഇൻക്രിമെൻ്റൽ പൊസിഷൻ. ഏത് പോയിന്റിൽ പോയി ചെയ്യണം അല്ലേ, ഇന്ന പോയിന്റിൽ പോയിട്ട് അവിടെ ഓപ്പറേഷൻ ചെയ്യുക, മറ്റേ പോയിന്റിൽ പോയിട്ട് ഓപ്പറേഷൻ ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ X ഇത്ര Y ഇത്ര അതിനനുസരിച്ച് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ പോയിട്ട് എന്താ ഒരു വർക്ക് എന്താ പെർഫോം ചെയ്യും. സോ അതാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ അഡ്വാൻറ്റേജ് കമ്പയർ ചെയ്യണം നോർമലി ഒരു ഹ്യൂമൻ ലേബർ ചെയ്യണം അല്ലെ, ഒരു ആള് ഒരു വർക്ക് പെർഫോം ചെയ്യുന്നതിൽ നിന്ന് മെഷീൻ ഓട്ടോമേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ അടുത്തുള്ള അല്ലെ, അത് ആ ഒരു അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. ടൈം റെഡ്യൂസ് ചെയ്യും, മെഷീനിങ് ഓപ്പറേഷൻ്റെ കോംപ്ലക്സിറ്റി കുറയും, ആക്യുറസി കൂടും, ലെസ് ഇൻസ്പെക്ഷൻ മതി, വേസ്റ്റേജ് കുറയും, പ്രൊഡക്ടിവിറ്റി കൂടും, ടൂളിംഗ് കോസ്റ്റ് കുറയും, ഹ്യൂമൻ എറേഴ്സ് കുറയും, ഓപ്പറേഷണൽ സേഫ്റ്റി കൂടും, ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂടും, സ്പേസ് അല്ലെ റിഡക്ഷൻ സ്പേസ്, ഓപ്പറേറ്റർ സ്കിൽ ലെവലിൽ റെഡ്യൂസ് ചെയ്ത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് വൈൽ കമ്പയറിങ് ഓൺ എ ഹ്യൂമൻ ലേബർ. ഒരു ആൾ ചെയ്യുന്നതിൽ നിന്ന് ഒരു മെഷീൻ ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യാൻ നേരത്തെ എന്താ അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് എന്ത് സ്റ്റേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്ന് ലിമിറ്റേഷൻസ് നമ്മൾ നോക്കണമെങ്കിൽ അല്ലേ,
ലിമിറ്റേഷൻ നോക്കുമ്പോൾ എന്താ, ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ്. ഇനീഷ്യലി ഇങ്ങനെ ഒരു കാര്യം സെറ്റപ്പ് ചെയ്യാന്നുള്ള ഇതിനൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതേപോലെ മെയിൻ്റനൻസ് പ്രോപ്പറായിട്ട്, മെഷീൻസ് ആണ്, ഓട്ടോമേറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് കൊടുത്തില്ലെങ്കിലും എന്താ ഇഷ്യൂസ് ഉണ്ടാവും. അതേപോലെ നല്ലൊരു സ്കിൽഡ് പ്രോഗ്രാമേഴ്സ് നമുക്ക് വേണം. ഈ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആ മെഷീൻ ഫോളോ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോഗ്രാംസ് നമ്മൾ ഫീഡ് ചെയ്യണം. അപ്പോൾ ആ പ്രോഗ്രാം ഡിസൈൻ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോഗ്രാമേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. അതേപോലെ അതിനെന്താ, നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്തിട്ട് ഇടയ്ക്ക് 2 ഡ്രില്ലിങ്ങോ അല്ലെങ്കിൽ ചെറിയൊരു കട്ടിങ്ങോ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടൊരു എന്താ പ്രോഫിറ്റബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ വൈബിൾ ആയിരിക്കില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്താ യൂട്ടിലൈസ് ചെയ്യണം. സോ അതൊക്കെ എന്താ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ എന്താ പറയാം. ഇനി അതിൻ്റെ ഒരു കേസും കൂടി ഞാൻ കാണിച്ചു തരാം ഇതിൽ. സോ നമ്മൾ ഈ ഒരു വീഡിയോ നോക്കണമെങ്കിൽ മെയിൻലി കമ്പോണൻറ്റ് ഓഫ് NC മെഷീൻസിൽ നമ്മൾ നോക്കാൻ നേരത്ത് വരുന്നത് പഞ്ച്ഡ് ടേപ്പ്, അതേപോലെ MCU വരുന്നുണ്ട്, മെഷീൻ ടൂൾ വരുന്നുണ്ട്. ഇതാണ് 3 കമ്പോണൻസ്. പഞ്ച്ഡ് ടേപ്പിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഈ ഒരു സംഭവമാണ് എന്താണ് ഇൻസ്ട്രക്ഷൻസ് എന്നുള്ളത് കോഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് നമ്മളെന്താ മെഷീനിലേക്ക് പാസ് ചെയ്യുന്നത് ഈ ഒരു പഞ്ച് ടൈപ്പ് വെച്ചിട്ടാണ്. അത് നമ്മൾ MCUലേക്ക് ഫീഡ് ചെയ്യും. അവിടെ ആ ഒരു പഞ്ച് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, റീഡ് ചെയ്യാൻ വേണ്ടിയുള്ള റീഡർ ഇല്ല, ഡീകോഡർ ഉണ്ടാവും, ഇല്ല ഡാറ്റ ബഫർ ഉണ്ടാവും, ഒരു പവർ സോഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് ആ ഒരു മെഷീൻ ടൂളിൻ്റെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു ഡിവൈസാണ് ചെയ്യുന്നത്. പിന്നെ ആ മെഷീനിൽ എന്താണ് ആ ഒരു വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് പെർഫോം ആവുന്നത്. സോ അതാണ് നമ്മുടെ മെയിൻലി ഉള്ള NC മെഷീൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി അതിൽ നിന്നൊരു അഡ്വാൻറ്റേജ് അതിൽ നിന്ന് ഒന്നും കൂടി പ്രോഗ്രസ്സിലേക്ക് കാലം ചെല്ലും തോറും പുതിയ ഇന്നോവേഷൻസ് ഉണ്ടാവുന്നതിൽ നിന്നാണ് CNC, കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, നമുക്ക് എന്താ പെർഫോം മോസ്റ്റ് ഓഫ് NC മെഷീൻ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി. സോ CNC, കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ ഒരു CNC മെഷീൻ എന്ന് പറയുന്നിടത്ത് എന്താ ഒരു NC മെഷീനാണ്. പക്ഷെ അതെന്ന് പറഞ്ഞാൽ എന്താ ഒരു ഡെഡിക്കേറ്റഡ് കമ്പ്യൂട്ടർ ഒരു MCU ആയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ എൻ്റയർ പ്രോഗ്രാം എൻ്റർ ചെയ്യണം, സ്റ്റോർ ചെയ്യണം ആ ഒരു കമ്പ്യൂട്ടർ മെമ്മറിയിലാണ്. മെഷീനിങ് സൈക്കിൾ ഫോർ ഈച്ച് കമ്പോണൻസ് കൺട്രോൾ ചെയ്യണ കമ്പ്യൂട്ടർ മെമ്മറിയിൽ നിന്നാണ്. സ്റ്റോർഡ് പാർട്ട് പ്രോഗ്രാം ലിസ്റ്റ് ചെയ്യണത് അതിനൊക്കെ യൂസ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം, എഡിറ്റ് ചെയ്യാം. നേരത്തെ ഒരു പഞ്ചഡ് ടൈപ്പ് ആകുമ്പോൾ ഒരു പ്രാവശ്യം അതിൽ എൻ്റർ ചെയ്തു, ആ ഒരു ടേപ്പ് നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ ആ ടേപ്പ് പറ്റുള്ളൂ. പക്ഷേ നമ്മളൊരു കമ്പ്യൂട്ടറും കൂടി ഇൻവോൾവ് ചെയ്തപ്പോഴേക്കും നമുക്ക് ലിസ്റ്റ് ഓഫ് പ്രോഗ്രാംസ് അതിൽ എൻ്റർ ചെയ്യാം, സേവ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറ്റും. അപ്പോൾ നമ്മൾ അതിൻ്റെ പാർട്സ് നമ്മൾ നോക്കാൻ നേരത്ത് ബേസിക്കലി അതിലൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് കൺസോളർ ഉണ്ടാവും, അതേപോലെ മൈക്രോ പ്രൊസസ്സർ ഉണ്ടാവും, മെമ്മറി ഉണ്ടാവും, ഫീഡ്ബാക്ക് യൂണിറ്റ് ഉണ്ടാവും, മെഷീൻ ടൂൾ ഉണ്ടാവും, ഇൻ്റർഫേസ് ഉണ്ടാവും. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പാണ് കൊടുത്തേക്കുന്നത്. ഇൻപുട്ടിൽ ഔട്ട്പുട്ട് ഡിവൈസ് അത് നമുക്കറിയാം. നോർമലി നമ്മൾ കമ്പ്യൂട്ടറിൽ കീബോർഡ്, മൗസ് എന്നൊക്കെ പറയുന്ന ഇൻപുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ കാണുന്ന മോണിറ്ററിൽ കാണുന്ന സ്ക്രീന്. അപ്പോൾ ഇൻപുട്ട് കൊടുക്കുന്നു, ആ മൈക്രോ പ്രൊസസ്സർ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുത്തേക്കുന്നത് അത് എടുക്കുന്നു. അത് സ്റ്റോർ ചെയ്യണമെങ്കിൽ മെമ്മറി ഉണ്ട്, റാം അതിൽ സ്റ്റോർ ചെയ്യുന്നു. അതേപോലെ തന്നെ റോം ഉണ്ട്, 2 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുവഴി നമ്മൾ മെഷീനിലേക്ക് ആ ഒരു ഓപ്പറേഷൻ ഫീഡ് ചെയ്യുന്നു, ടൂൾ ആ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നു, ഫീഡ്ബാക്ക് തിരിച്ചെന്താ മൈക്രോ പ്രൊസസ്സർ ഔട്ട്പുട്ട് ഡിവൈസസിൽ കാണിക്കുന്നു. അപ്പോൾ എന്താ ചെയ്തതെന്നൊക്കെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. കുറച്ചും കൂടി ഇവോൾവ് ആണ് കമ്പയർഡ് ടു NC പ്രോഗ്രാംസ്. ഒന്നും കൂടി ഇവോൾവ് ആണ്. ഒരുപാട് കാര്യം നമ്മുടെ കൺട്രോളിലുണ്ട്. പല കാര്യങ്ങളും നമുക്ക് ഡയറക്റ്റ് വിസിബിൾ ആണ്. എന്ത് വേണമെങ്കിലും മോഡിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സോ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺസോളിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന, ഔട്ട്പുട്ട് കിട്ടുന്ന മൈക്രോ പ്രൊസസ്സറാണ് അതിനെ ഫ്ലോ ചെയ്യിക്കുന്നത്. ടേക്സ് ഇൻപുട്ടിൽ ഔട്ട്പുട്ട്, ഫീഡ്ബാക്ക് കാര്യങ്ങൾ കിട്ടുന്നത്. മെമ്മറി, റാം ഇല്ല റാം സ്റ്റോർസ് പാർട്ട് പ്രോഗ്രാം, റോം സ്റ്റോർസ് പ്രോഗ്രാം ഫോർ മെഷീൻ കൺട്രോൾ. ഇനി ഫീഡ്ബാക്ക് യൂണിറ്റ് ഉണ്ട്, ആ മെഷീൻ ടൂളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എടുക്കാൻ, മെഷീൻ ടൂൾ ആ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി, പിന്നെ ഇൻ്റർഫേസ്, കണക്ഷൻസ്, കാര്യങ്ങൾ. സോ ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കാൻ നേരത്ത് പല ടൈപ്പ് CNCs ഉണ്ട്. ഫീഡ്ബാക്ക് ബേസ് ചെയ്തിട്ട് ഓപ്പൺ ലൂപ്പ്, ക്ലോസ് ലൂപ്പ്. ഓപ്പൺ ലൂപ്പ് ഫീഡ്ബാക്ക് തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഇല്ലാത്തത്. ടൂൾ മോഷൻ ബേസ് ചെയ്തിട്ട് ഫൈനൈറ്റ് ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്, നമ്മൾ നേരത്തെ നോക്കിയ പോലത്തെ. പിന്നെ അക്കോർഡിംഗ് ടു പ്രോഗ്രാം മെത്തേഡ് അബ്സല്യൂട്ട് പ്രോഗ്രാം ഉണ്ട്, ഇൻക്രിമെൻ്റൽ പ്രോഗ്രാം CNCs ഉണ്ട്. അപ്പോൾ കൺട്രോളേഴ്സ് ബേസ് ചെയ്തിട്ട് ഹൈബ്രിഡ് പല ടൈപ്പ് യൂസ് ചെയ്യുന്ന സ്ട്രേറ്റ് കൺട്രോളേഴ്സ് ഉണ്ട്. പിന്നെ ആക്സിസ് ബേസ് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ടേണിങ്, മില്ലിങ്, അങ്ങനെ പലത്. അങ്ങനെ ഒരുപാട് CNC ഇപ്പോഴും കുറേ മോഡിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ബട്ട് ദീസ് ആർ ദി മേജർ ക്ലാസിഫിക്കേഷൻ ഓഫ് CNC മെഷീൻസ്. ഇനി ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓപ്പൺ ലൂപ്പ് ബേസ് ചെയ്യാൻ നേരത്ത് ഇൻപുട്ട് കൊടുക്കുന്നു, മൈക്രോ കൺട്രോളർ സിഗ്നൽ എടുക്കുന്നു, CNC കൺട്രോളിലേക്ക് പോകുന്നു, ഡ്രൈവ് മോട്ടർ, ഗിയർ, മെഷീൻ അവർ പെർഫോം ചെയ്യുന്നു. ഫീഡ്ബാക്ക് മെക്കാനിസം ഇല്ല. അവർ സംഭവം ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണെന്നുള്ള ഫീഡ്ബാക്ക് നമുക്ക് കാണാൻ പറ്റാത്തതാണ് ഓപ്പൺ ലൂപ്പ് വേണ്ടത്.
ക്ലോസ് ലൂപ്പ് വരാൻ നേരത്ത് ചേഞ്ച് ഈസ് ദാറ്റ് ദർ ഇസ് എ ഫീഡ്ബാക്ക് അല്ലേ, ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ട്. നമ്മൾ പ്രോഗ്രാം കൊടുക്കുന്നു, കൺട്രോളർ CNC ഡ്രൈവ് മോഷൻ ഗിയർ മെഷീൻ ടൂൾ ചെയ്യുന്ന മെഷീനിങ് യൂണിറ്റിൽ വന്ന് തിരിച്ച് നമുക്ക് ആ ഫീഡ്ബാക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആക്യുറേറ്റ് ആണോ എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. സോ ഇത്രയും കൂടി അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് നോക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് കമ്പയർ ചെയ്യുമ്പോൾ ഹ്യൂമൻ ലേബറിൻ്റെ അഡ്വാൻറ്റേജസ് നേരത്തെ നോക്കിയ എല്ലാ അഡ്വാൻറ്റേജസും ഇതിൻ്റെ കാറ്റഗറിയിൽ വരും. പക്ഷേ NC ആയിട്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ, നമുക്ക് പ്രോഗ്രാം ഇൻപുട്ട് ഒന്നും കൂടി ഈസിയാണ്. മൾട്ടിപ്പിൾ പ്രോഗ്രാം സ്റ്റോറേജ് ഉണ്ട്, ഓൺലൈൻ പാർട്ട് പ്രോഗ്രാം എഡിറ്റിംഗ് നമുക്ക് പറ്റും, അഡ്വാൻസ് ഇൻ്റർപോളേഷൻ, ഓട്ടോമേറ്റഡ് ടൂൾ ചേഞ്ചിങ് ഒക്കെ നമുക്ക് ഓട്ടോമേറ്റഡ് ആക്കാൻ പറ്റും, ഓട്ടോ ജനറേഷൻ ഓഫ് പാർട്ട് പ്രോഗ്രാം, ചേഞ്ച് ഇൻ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. പക്ഷേ അല്ലേ NCയുടെ എല്ലാ അഡ്വാൻറ്റേജും ഇതിനുണ്ട്. അതിൻ്റെ ഒപ്പം NCനെക്കാട്ടും ബെറ്ററാണ്. ലിമിറ്റേഷൻ നോക്കുമ്പോൾ എന്താ, ഒന്നും കൂടി ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് ആണ്, ഒന്നും കൂടി മെയിൻ്റനൻസ് കോസ്റ്റ് ഹൈ ആണ്, പിന്നെ നല്ല ഓപ്പറേറ്റേഴ്സ് വേണം, മീൻസ് പ്രോഗ്രാമേഴ്സ് ആവട്ടെ എല്ലാവരും ഡിവൈസ് യൂസ് ചെയ്യാനായിട്ട്. സോ അതൊക്കെയാണ് എന്താ അതിൻ്റെ ലിമിറ്റേഷൻസ് തന്നെ. സോ അതിൻ്റെ ഒരു കേസും കൂടി നമ്മൾ നോക്കണമെങ്കിൽ, സോ ഇതൊക്കെ ഒരു CNC ഡിവൈസ് അതാണ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ NC സിസ്റ്റം യൂട്ടിലൈസ് ചെയ്തിട്ട് ഡെഡിക്കേറ്റഡ് കമ്പ്യൂട്ടർ ഉണ്ടാവും അതിൻ്റെ കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ വേണ്ടി. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ കേസ്. അതിലേക്ക് ഇപ്പോൾ ടൂൾ ചേഞ്ച് ചെയ്യാനാണെങ്കിൽ ഡിഫറെൻറ്റ് ടൂൾസ് ഉണ്ടാവും. ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് അപ്പോൾ ആ പ്രോഗ്രാമിനനുസരിച്ച് അതിൻ്റെ ടൂൾ ചേഞ്ച് ചെയ്തിട്ട് അത് വേണ്ട പെർഫോമൻസ് നമ്മൾ ചെയ്യുന്നു. ഇത് അതേപോലെ തന്നെ നമുക്ക് ഔട്ടിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഒരു CNCയുടെ ബ്ലോക്ക് ഡയഗ്രാം കാണിക്കണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത്, ടൈപ്പ് റൈഡർ ഉണ്ടാവും, അതേപോലെ മിനി കമ്പ്യൂട്ടർ ഉണ്ടാവും, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സിസ്റ്റം ഉണ്ടാവും. ഇതിപ്പോൾ ടൈപ്പ് റൈഡർ എന്ന് കാണിച്ചതേ ഉള്ളൂ, ഇല്ല പ്രോഗ്രാംസ് ഡയറക്റ്റ് ഫീഡ് ചെയ്യുന്ന സിസ്റ്റംസ് ഉണ്ട്. ഏറ്റവും അധികം ഈ രീതിയിലായിരുന്നു. ഇപ്പം മോഡിഫൈ ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ തന്നെ നമുക്ക് ഫീഡ് ചെയ്ത് വെക്കുന്ന ഒരു CPU പോലെ തന്നെ വന്ന കേസുകളാണ് വന്നത്. പിന്നെ അതിൽ നിന്ന് മെഷീൻ ടൂളിലേക്ക് പോകുന്നു, അവിടെ നമ്മുടെ ഓപ്പറേഷൻ എന്താ പെർഫോം ചെയ്യുന്നത്. സോ ആ ഒരു രീതിയിലാണ് എന്ത് നമ്മുടെ CNC എന്താ വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ CNCയുടെ കേസ് തന്നെ ഇപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ടൂൾ ചേഞ്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നു എന്ന്. ഇപ്പോൾ ഇതും ഒരു CNCയുടെ ആണ്. നമുക്കിപ്പോൾ ഒരു ഓപ്പറേഷൻ ഇവിടെ പെർഫോം ചെയ്യുന്നു, ഡ്രില്ല് ചെയ്തിട്ടില്ല കട്ട് ചെയ്തെടുക്കുക ഇല്ല മാറ്റുകയാണെങ്കിൽ അതിനനുസരിച്ച് എന്താണ് ഇതൊരു ഓട്ടോമാറ്റിക് ടൂൾ ചേഞ്ചറാണ്. അപ്പോൾ അതിനൊരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു CNC മെഷീൻ പോലെ തന്നെയാണ്. നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് നമുക്ക് അവിടെ കാണാം. ഓപ്പറേഷൻസ് 180 ഡിഗ്രിയിൽ അതിൻ്റെ ടൂള് പിക്ക് ചെയ്ത് മാറ്റും. കണ്ടോ അതിൻ്റെ ഒരു ചേഞ്ച് കണ്ടോ, ഇങ്ങനെയാണ് ഒരു ഗ്രിപ്പർ വെച്ചിട്ട് 90 ഡിഗ്രി പിക്കപ്പ് ഫ്രം സ്വിൻഡിൽ അതിനനുസരിച്ച് മാറ്റി ഫിക്സ് ചെയ്യുന്നു, തിരിച്ച് മറ്റേത് വെക്കുന്നു, കണ്ടോ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ എന്താ ഒരു ഓട്ടോമാറ്റിക് ടൂൾ ചേഞ്ചറാണ്. ഇതൊക്കെ ഒരു മോഡിഫൈഡ് വെർഷൻസ് ആണ് എന്ത് CNCയിൽ വരുന്നത്. ഓക്കെ, ആൻഡ് ഫൈനലി ഇഫ് യു ആർ മൂവിങ് ടു DNC അല്ലേ, ഏറ്റവും മോഡേൺ ആയിട്ട് DNC ഇസ് എ മാനുഫാക്ചറിംഗ് സിസ്റ്റം ഇൻ വിച്ച് നമ്പർ ഓഫ് മെഷീൻസ്. CNCക്ക് വരുമ്പോൾ ഒരു മെഷീൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ്. പക്ഷേ DNC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാന്റിലെ എല്ലാ മെഷീൻസും നമുക്ക് കൺട്രോൾ ചെയ്യാം, അതിനെ മോണിറ്റർ ചെയ്യാം, അതിലെ കാര്യങ്ങൾ നമുക്ക് ഫീഡ് ചെയ്യാം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇത് DNC. നമ്പർ ഓഫ് മെഷീൻസ് ആർ കൺട്രോൾഡ് ബൈ എ കമ്പ്യൂട്ടർ ത്രൂ ഡയറക്റ്റ് കണക്ഷൻ ആണ്. ഓൾസോ ഡിഫൈൻഡ് ആസ് DNC സിസ്റ്റം കണക്റ്റിംഗ് എ സെറ്റ് ഓഫ് NC മെഷീൻസ്. ഒരുപാട് NC മെഷീൻസ് കണക്ട് ചെയ്യുന്നു അതുവഴിയുള്ള. അപ്പോൾ ടേപ്പ് റൈഡർ ഒന്നും ഇല്ല ഇതിൽ. ഫുള്ള് ഓൺലൈൻ സ്റ്റോറേജ്, ക്ലൗഡ് സ്റ്റോറേജ് ഒക്കെ പോസിബിൾ ആണ്. ഡാറ്റ കണക്ഷൻസ് ഒക്കെ വരും. നമുക്കിപ്പോൾ സപ്പോസ് ചെയ്യാം നമ്മുടെ പ്ലാന്റ് ഇപ്പോൾ കൊൽക്കത്തയിലാണ്, നമ്മൾ കൊച്ചിയിൽ ഒരു ഹെഡ് ഓഫീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ അവിടെ എന്താ കൺട്രോൾ ചെയ്യാം. ഇല്ല തമിഴ്നാട്ടിൽ ചെന്നൈയിലുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഒരു സൂപ്പർ കമ്പ്യൂട്ടർ നമുക്ക് ഉണ്ടാവും. അത് വെച്ചിട്ട് പല പ്ലാൻസ് പല സ്ഥലങ്ങളിലുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കൺട്രോളിങ് പോസിബിലിറ്റീസ് ഒക്കെ DNCയിൽ വരുന്നുണ്ട്. സോ ദർ വിൽ ബി എ സെൻട്രൽ കമ്പ്യൂട്ടർ, ഒരു മെയിൻ സെൻട്രൽ കമ്പ്യൂട്ടർ ഉണ്ട്. പിന്നെ ഒരു ബൾക്ക് മെമ്മറി ഉണ്ടാവും NC പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്യാനായിട്ട്. ടെലികമ്മ്യൂണിക്കേഷൻ ലൈൻസ് ഇപ്പോഴത്തെ ഇൻ്റർനെറ്റ് പോലെ തന്നെ. പിന്നെ മെഷീൻ ടൂൾസ്. സോ ദീസ് ആർ ദ മേജർ കമ്പോണൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു സെൻട്രൽ കമ്പ്യൂട്ടർ ഉണ്ട്, ബൾക്ക് മെമ്മറി ഉണ്ട്, അതുവഴി സിഗ്നൽസ് നമ്പർ ഓഫ് മെഷീൻസിൽ അറ്റ് എ ടൈം പാസ് ചെയ്യാം, ആ ഒരു ഓപ്പറേഷൻ ചെയ്യാം. ഇതൊരു സിംഗിൾ പ്ലാന്റിലുള്ള ഒരു പ്രിൻസിപ്പിൾ പോലെ ആ കേസ് വന്നത്. ഇനി അതല്ലെങ്കിൽ ഒരു DNC സാറ്റലൈറ്റ് കമ്പ്യൂട്ടർ വെച്ചിട്ടായാലും നമുക്ക് വേറൊരു പോയിന്റിൽ നിന്നായാലും നമുക്ക് എന്താ ഒരു സെൻട്രൽ കമ്പ്യൂട്ടർ ഉണ്ട്, ബൾക്ക് മെമ്മറി ഉണ്ട്. അതുവഴി പല സ്ഥലങ്ങളിൽ ഇപ്പോൾ സപ്പോസ് ചെയ്ത് കൊച്ചിയിലാണ്, ഇത് തമിഴ്നാട്ടിലാണ്, ചെന്നൈയിലാണെങ്കിൽ പോലും നമുക്ക് എന്താ ടെലികമ്മ്യൂണിക്കേഷൻ ലൈൻ വഴി നമുക്ക് എന്താ അവിടുത്തെ കമ്പ്യൂട്ടറിലേക്ക് സിഗ്നൽ പാസ് ചെയ്യാം. അവിടെ നിന്ന് അപ്രൂവ് ചെയ്തിട്ട് എന്താ അവിടുത്തെ മെഷീൻസിലേക്ക് കൊടുക്കാം. സിമിലർലി അടുത്ത സ്ഥലങ്ങൾ ആ ഒരു ഓപ്പറേഷൻ എന്താ പെർഫോം ചെയ്യും. സോ ഒന്നും കൂടി ഹൈടെക് ആണ്, ഒന്നും കൂടി ഫാസ്റ്റ് ആണ്, ഇത്രയും അൾട്രാ ഒന്നും കൂടി ഇവോൾവ് ആണെന്ന് പറയാം അല്ലേ. സോ ദാറ്റ്സ് DNC. അപ്പോൾ DNC
functions which a DNC system is designed to perform NC without punch types, NC part program storage, data collection, communication, processing, reporting, അങ്ങനെ വേണ്ട എന്തും നമുക്ക് എന്താ DNC യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പഞ്ച് ടൈപ്പ് വേണ്ട, ടൈപ്പ് റൈറ്റർ ആണ്, കൺവീനിയൻസ് സ്റ്റോറേജ് ആണ്, ഗ്രേറ്റർ കമ്പ്യൂട്ടേഷൻ കേപ്പബിലിറ്റി ആണ്, ഫ്ലെക്സിബിൾ ആണ്, ഷോ പെർഫോമൻസ് നമുക്ക് അല്ലേ നമ്മളിപ്പോൾ കൊച്ചിയിലുള്ള പെർഫോമൻസ് എത്രയാണ്, ഇനി അതേപോലെ തിരുവനന്തപുരത്തെ പെർഫോമൻസ് എത്രയാണ്, ഇനി കോട്ടയത്തെ പെർഫോമൻസ് എത്രയാണ്, പല പല സ്ഥലങ്ങളിൽ പ്ലാന്റ് ഉണ്ടെങ്കിൽ അവിടെ വർക്ക് എത്രയാണ് അതിൻ്റെ ഔട്ട്പുട്ട്, എത്ര ഇൻപുട്ട് എടുത്ത്, എത്ര റോ മെറ്റീരിയൽസ്, അങ്ങനെ എല്ലാ കാര്യംസ് എന്താ ഞൊടിയിടയിൽ നമ്മുടെ കയ്യിൽ കിട്ടും. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി അതേപോലെ തന്നെ അപ്പോൾ ഡിസഡ്വാൻറ്റേജ് നമ്മൾ നോക്കാൻ നേരത്തായാലും എന്താ നേരത്തെ പറഞ്ഞ ഡിസഡ്വാൻറ്റേജസ് എല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലാണ്, അതേപോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് DNCയിലും എന്താ അതേപോലെ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു കേസിൽ നമുക്ക് ആ ഒരു ഡയഗ്രാം കൂടി നമ്മൾ നോക്കണമെങ്കിൽ എന്താണ് കേസ് എന്നുള്ളത്. സോ DNC വരാൻ നേരത്ത് അതിൻ്റെയും ഒരു സെറ്റപ്പ് നമുക്ക് നോക്കാം എങ്ങനെയാണ് വർക്ക് ആവണം എന്നുള്ളത്. സോ ഇവിടെ കാണിച്ചേക്കുന്ന ഒരു ഡയറക്റ്റ് ന്യൂമറിക്കൽ കൺട്രോൾ സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെ കേസിൽ എന്താണ് അല്ല എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്. അപ്പോൾ DNC ഓൾറെഡി പറഞ്ഞു മാനുഫാക്ചറിംഗ് സിസ്റ്റം ഇൻ വിച്ച് നമ്പർ ഓഫ് മെഷീൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സിംഗിൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ഡയറക്റ്റ് ടെലികമ്മ്യൂണിക്കേഷനിലെ നെറ്റ് വഴി. സോ ഒരു CAD/CAM ഒരു DNC ഫയൽ സെർവർ ഉണ്ട്. ഇനീഷ്യലി അതുവഴി സെക്കൻഡിൽ സെൻഡ് ചെയ്യുന്നു. ഒപ്പം DNC റിമോട്ടിൽ ആ ഒരു മെഷീൻസ് കാര്യങ്ങൾ എന്താ കൺട്രോൾ ആവുന്നു. അപ്പോൾ ഇവിടെ ഒരു കൺട്രോൾ ആ മെഷീൻ ടൂൾ വർക്ക് ചെയ്യുന്നു, ഇവിടെ ഒരു കമ്പ്യൂട്ടർ ആ മെഷീൻ ടൂൾ. അപ്പോൾ അതിനനുസരിച്ച് നേരത്തെ പറഞ്ഞ കേസ് തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ സെക്കൻഡിൽ എന്താ പാസ് ചെയ്യുന്നു. സോ ഫൈനലി ഇഫ് യു ആർ കമ്പയറിങ് NC, CNC, DNC ആണെങ്കിൽ NCയിൽ പാർട്ട് പ്രോഗ്രാം ഫെഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ ടൈപ്സ് വഴിയാണ്, CNCയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ വഴിയാണ്, DNCയിൽ എന്ന് പറഞ്ഞാൽ എന്താ മെയിൻ കമ്പ്യൂട്ടർ വഴിയാണ്. NCയിൽ മോഡിഫൈ ചെയ്യണമെങ്കിൽ ആ ടൈപ്പ് ചേഞ്ച് ചെയ്യണം, CNCയിൽ നമുക്ക് ഈസിലി മോഡിഫൈ ചെയ്യാൻ പറ്റും, DNCയിൽ അഫ്കോഴ്സ് ഈസി ആയിട്ട് പറ്റും. ഇനി NC മെഷീൻ ടൂളിൽ ടൈപ്പ് റൈറ്റർ ഇസ് എ പാർട്ട് ഓഫ് മെഷീൻ കൺട്രോൾ യൂണിറ്റ് ആണ്. ഇവിടെ മൈക്രോ പ്രോസസർ, മിനി കമ്പ്യൂട്ടർ ഫോംസ് ഒക്കെയാണ് വന്നത്. ഇവിടെ ലാർജ് മെമ്മറി DNC വഴിയാണ് പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്യണം. പിന്നെ ഇവിടെ മെമ്മറി സ്റ്റോറേജ് ഇല്ല, ഇവിടെയും മെമ്മറി സ്റ്റോറേജ് ഉണ്ട്, അവിടെ ഒന്നും കൂടി കൂടുതലാണ്. ഈ CAD ഫയൽസ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, ഇവിടെ പറ്റും, അവിടെ ഇഷ്ടംപോലെ പല കാര്യങ്ങളും പറ്റും. ഫീഡ്ബാക്ക് സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഉണ്ട്, അവിടെ എന്തായാലും ഷുവർ. നോട്ട് സോഫ്റ്റ്വെയർ ഡ്രിവൺ അല്ല, ഇവിടെ സോഫ്റ്റ്വെയർ ആണ്, ഇവിടെ അഫ്കോഴ്സ് അതിൽ കൂടുതലാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ മൂന്നിൻ്റെയും കമ്പാരിസൺ വന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. NC, CNC, DNC. ഇനി അതേപോലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ടെക്നോളജീസും വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഗൈഡഡ് വെഹിക്കിൾസ്, വണ്ടി പോകുന്ന രീതികൾ പലതും ഇപ്പോൾ ഓട്ടോമേറ്റഡ് ആണ്. നമുക്കിപ്പോൾ ലോഡ് ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഗൈഡഡ് വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അൾട്രാ മോഡേൺ ടെക്നോളജീസ് കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ മെയിൻലി നിങ്ങൾ ഈ സെഷൻ നോക്കാൻ നേരത്ത് ഈ മൂന്ന് കാര്യങ്ങളും എന്താണ് NC, എന്താണ് CNC, എന്താണ് DNC എന്ന് അറിയാം. അതിൻ്റെ ഓരോ പോയിന്റ്സ് എന്തൊക്കെയാണ്, അതിൽ വരുന്ന കമ്പോണൻസ്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ്, ഇതൊക്കെ നോക്കുക. തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും മോസ്റ്റ്ലി ഈ സെഷനിൽ നിന്ന് വന്നത്. അപ്പോൾ നല്ലപോലെ നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് കുറച്ചുണ്ടെങ്കിൽ ചോദിക്കുക. സോ അടുത്ത സെഷനിൽ വീണ്ടും കാണാം. സോ താങ്ക് യു.